കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കണ്ണിനെ കണ്ണുനീരുന്നു, കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അനേക തവണ വീണു, ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് നമ്മളെപ്പറ്റി പലരും പറഞ്ഞപ്പോഴും ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നില്ലേ, നിർത്തിയില്ലേ, നിലംപരിചാകാതെ വണ്ണം അവിടെ നമ്മളെ കാത്തില്ലേ. പുരാതനായ ദൈവ സങ്കേതം, കീഴേ ഒരു ശാശ്വത ഭുജങ്ങൾ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്താ? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഈ ദിവസങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ വിഷയങ്ങളുടെ ആഴങ്ങൾ അറിഞ്ഞ് ഇടപെടാൻ ഇന്നും നമ്മുടെ ദൈവത്തിന് കഴിയും. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ധൈര്യത്തോടെ പറ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പ്രതിസന്ധികളെ കണ്ട് പതറുന്നവരല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ പിന്മാറിപ്പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മുമ്പോട്ട് തന്നെ ഗമിക്കണം. വിളിച്ചവൻ വിശ്വസ്തൻ, അവിടുന്ന് അത് നിർവഹിക്കും. അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഉവ്വ് ഉവ്വ് എന്നാണ്, അതിനൊരു മാറ്റമില്ല. വ്യാജം പറയാൻ, മനുഷ്യനെ ലളിതപ്പിപ്പാൻ മനുഷ്യപുത്രനല്ല, താൻ അരുളി ചെയ്തത് സംഭവിപ്പിക്കുന്ന ദൈവം, കൽപ്പിച്ചതിനെ സ്ഥാപിതമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്തിയെന്ന് അവിടുത്തെ പ്രവൃത്തികൾ കണ്ട് സന്തോഷിപ്പാൻ, ദൈവത്തിന് മഹത്വം കരേറ്റാൻ നമുക്ക് ഇടയാവണം. 127 സങ്കീർത്തനം 1 വാക്യം, 127:1. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കും. ശലോമോന്റെ ഒരു ആരോഹണ ഗീതമാണ്. പ്രിയരെ, ദൈവമാണ് പണിയേണ്ടത്. ദൈവം പണിഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടും. ദൈവമല്ല പണിയുന്നതെങ്കിൽ അതിന് നിലനിൽപ്പില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയാൻ തയ്യാറാവണം. കുടുംബങ്ങൾ പണിയണം, വ്യക്തികൾ പണിയപ്പെടണം. നമുക്കറിയാം, 2 വീട് പണി നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും. ഒന്ന് മണൽമേൽ, അടുത്ത പാറമേൽ. രണ്ടിടത്തും ഒന്ന് പ്രതികൂലം ഒരുപോലെയായിരുന്നു. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, രണ്ടിടത്തും. പക്ഷേ പാറമേൽ അടിസ്ഥാനമിട്ടത് നിലനിന്നു. അപ്പൊ പണിയപ്പെടുന്നത് പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മുടെ കുടുംബജീവിതം പണിയപ്പെടണം, തലമുറകൾ പണിയപ്പെടണം. അല്ലാതെ എന്ത് ശ്രമിച്ചാലും എന്ത് ചെയ്താലും വിജയിക്കില്ല. യഹോവ വീട് പണിയണം. ഏൽപ്പിച്ചു കൊടുക്കാമോ? മാത്രമല്ല, ദൈവം പണിഞ്ഞാൽ മറ്റൊരിടത്ത് അതിനെ ഇടിക്കാൻ ആർക്കും സാധ്യമല്ല. യോബിന്റെ പുസ്തകത്തിൽ ദൈവം പണിഞ്ഞാൽ അതിനെ ഇടിക്കുന്നതാരാ?
ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവം പണിഞ്ഞില്ലെങ്കിൽ അതെല്ലാം ഇടിഞ്ഞു പോയി. ഏത് വിഷയത്തിലാണ് ദൈവമേ എന്റെ ശരീരത്തിൽ അങ്ങയുടെ ഒരു പണി, എന്റെ കുടുംബത്തിലൊരു പണി, എന്റെ തലമുറകളിലൊരു പണി, എന്റെ ആത്മീകത്തിൽ അങ്ങയുടെ ഒരു പണി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. മാനുഷ്യമായി ഞങ്ങൾ പലതും പാണിഞ്ഞു, പലതും ശ്രമിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാകണമെങ്കിൽ നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കണം. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധ്യമാകുമെന്ന സദൃശവാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. യഹോവ പണിയാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന്റെ പണി എന്റെ മേൽ ഒന്ന് വരട്ടെ. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നമുക്ക് എത്ര ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടെങ്കിലും, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാലും, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. സമ്പത്തിയുണ്ട്, നല്ല കുടുംബമാണ്, പക്ഷേ യഹോവ കാത്തില്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാണ്. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശക്തമായ സെക്യൂരിറ്റികൾ, ടൈറ്റ് സെക്യൂരിറ്റികൾ നമ്മുടെ ദേശങ്ങളിലുണ്ട്. അവർ എന്തിനും ശക്തരാണ്, കരുത്തരാണ്. പക്ഷേ ഒരു ഭൂകമ്പം ഉണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? കാവൽക്കാർക്ക് ഒരു കൊടുങ്കാറ്റ് വന്നാൽ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഒരു വലിയ വെള്ളച്ചാട്ടം വന്നാൽ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. ദൈവം കാത്തെങ്കിലേ സഹോദരങ്ങളെ, സ്വന്തം കഴിവിൽ, സ്വന്തം ബലത്തിൽ, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുതെന്നാണ് അതിന്റെ അർത്ഥം. ദൈവം നമ്മളെ കാക്കാൻ, ദൈവം നമ്മളെ സൂക്ഷിക്കാൻ, ദൈവം നമ്മളെ ശക്തീകരിക്കാൻ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. യഹോവ നമ്മളെ കാക്കട്ടെ. ദുഷ്ടങ്കൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാക്കുന്ന, കാൽ വഴുതാതെ വണ്ണം നമ്മെ കാക്കുന്ന, വലയിൽ കുടുങ്ങിപ്പോകാതെ വണ്ണം നമ്മെ കാക്കുന്ന, അനർത്ഥങ്ങൾ നമ്മളെ കാക്കുന്ന, നമ്മുടെ തലമുറകൾ പോകുന്നിടത്തവരെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. കർത്താവേ, എന്റെ ശരീരത്തെ ഒന്ന് കാക്കണം. ഡോക്ടേഴ്സ് കാത്താൽ അതിന് പരിധിയുണ്ട്. ഡോക്ടേഴ്സിനെ കൊണ്ട് പറ്റില്ല. പലപ്പോഴും പറയില്ലേ, മെഡിസിനോട് പ്രതികരിക്കുന്നില്ല. മെഡിസിൻ പ്രതികരിക്കണമെങ്കിലും ദൈവം വിചാരിക്കണം. ധൈര്യത്തോട് പറ, യഹോവ പട്ടണം കാക്കട്ടെ. യഹോവ ഞങ്ങളുടെ കുടുംബം കാക്കട്ടെ. യഹോവ ഞങ്ങളുടെ തലമുറകൾ കാക്കപ്പെടട്ടെ. യഹോവയാൽ ഞങ്ങളുടെ ശരീരം ദൈവത്താൽ കാക്കപ്പെടട്ടെ. ഞങ്ങളുടെ വാഹനം ദൈവത്താൽ കാക്കപ്പെടട്ടെ. എത്ര നല്ലപോലെ ഡ്രൈവ് ചെയ്താലും, വിദഗ്ധരാന്ന് പറഞ്ഞാലും, പുറകിൽ നിന്നൊരു വാഹനം വന്നിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതുകൊണ്ട് വിളിച്ചു പറ, അവിടുന്ന് എനിക്ക് ചുറ്റും പരിചയമാണ്. ദൈവമാണ് എന്നെ കാക്കേണ്ടത്. സ്വന്തം കഴിവിൽ, സ്വന്തം ബലത്തിൽ, ആവർത്തിച്ചു പറയുന്നു, സ്വന്തം വിവേകത്തിൽ, കുടുംബമാഹാത്മ്യത്തിൽ, പൊസിഷനിൽ ഒന്നും ഇന്നു പകൽ ആശ്രയിക്കാതെ നിന്നെ കാക്കാൻ കഴിവുള്ളവൻ. സഹോദരങ്ങളെ, നമ്മൾ ഉറങ്ങുമ്പോ, മയങ്ങുമ്പോ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാവൽ ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ പ്രാണനെ കാക്കുന്നവൻ, ഗമനത്തെയും ആഗമനത്തെയും കാക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. മുഴുമഹത്വവും ദൈവത്തിന് കൊടുക്കാനാണ് പറഞ്ഞതിന്റെ സാരം. യഹോവ പണിയട്ടെ. ഇന്ന് പകൽ ഇടിഞ്ഞ ചിലതിനെ, തകർന്നു പോയ ചിലതിനെ, മനം തകർന്നവരെ പണിയുന്ന, ഓരോ മുറിവുകളെ കെട്ടുന്നവൻ നമ്മുടെ മധ്യ ഇറങ്ങിയിട്ട് ദൈവം നിങ്ങളെ പണിയാൻ പോകുക. ആർക്കും പണിയാൻ പറ്റാത്തത്, ഒരിക്കലും ചേർന്ന് നിൽക്കാൻ പറ്റാത്തത്, ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത്, ചിതറിപ്പോയത്, അതിനെയൊക്കെ പണിഞ്ഞ് പുറത്തു കൊണ്ടുവന്ന് ഒരുമിച്ച് നിർത്താൻ കഴിവുള്ളവരുടെ സാന്നിധ്യം ഇപ്പോൾ തന്നെ ചില കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വെളിപ്പെടുക. അറ്റുപോയതിനെ പണിയുന്ന, കൂട്ടിച്ചേർക്കുന്ന ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ നാളുകളായി ഇടിഞ്ഞതിനെ കർത്താവ് പണിയാൻ പോകുക. വിളിച്ചു പറ, യഹോവ പണിയാൻ പോകുക.
അവിടുത്തെ പണിക്ക് വേണ്ടി ഒന്ന് ഏൽപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഡോക്ടേഴ്സ് പടഞ്ഞിട്ട് ഹീലാകാത്ത ചിലരെ ദൈവം ടച്ച് ചെയ്യാൻ ദൈവം പണിയാൻ പോകുക. ഏത് അവയവമാകട്ടെ കർത്താവ് പണിയാൻ പോകുക. മാനസിക സംഘർഷമാകട്ടെ ദൈവം നിങ്ങളെ പണിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവം പണിയണമേ, വ്യക്തികളെ പണിയണമേ. ദൈവം ഞങ്ങളുടെ തലമുറകളെ കാക്കണമേ. മനുഷ്യമായി ഞങ്ങൾ എത്ര കാത്താലും ദൈവമാണ് ഞങ്ങളെ കാക്കേണ്ടത്, ദൈവമാണ് ഞങ്ങളെ സൂക്ഷിക്കേണ്ടത്, ദൈവമാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്. അതിനായി ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സാന്നിധ്യത്തിന്റെ കീഴിൽ ഞങ്ങളെ മറക്കണമേ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ അവിടെ ഞങ്ങളെ മറയ്ക്കുന്ന ദൈവമായിരിക്കാൻ സകല ബഹുമാനവും പുകഴ്ചവും അവിടുത്തെ പാദപീഠത്തിൽ മാത്രം അർപ്പിക്കും. യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൂ. കർത്താവ് വചനങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിച്ചു മാറ്റി.